ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. കുറേ കാലത്തിന് ശേഷമാണ് ഇൻട്രോ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ്? ഇന്നത്തെ വീഡിയോ ചക്കരയുടെ കുട്ടിക്ക് പണ്ടം കെട്ടലല്ല, പണ്ടം കെട്ടല് ഒരു നാളെ കെട്ടും. ഇത് ഞമ്മള് ഇതിങ്ങനെ തുറന്ന് ഇതിന് ഞാൻ അപ്പുറത്തിട്ട് പൂട്ടിയിട്ടാണല്ലോ ഇവിടെ തൊയിലും കെടുത്തിട്ട് ഇപ്പൊ തലയിൽ കൂടി പോയിട്ട് അതെങ്ങനെ തുറന്നത്? എങ്ങനെയാ തുറന്നിക്കണേ? ഞാനത് നോക്കാം അംഗം നോക്കാം. ഇപ്പൊ ഫ്രിഡ്ജിന്റെ പെയിന്റ് കളയുന്നുണ്ട്. 4 മണിക്കാണ് ഉറങ്ങണറിയോ? അതുവരെ മണ്ട അതിനെ. ഓക്കെ, അപ്പൊ ഗായ്സ് ഇന്ന് നമ്മളെടുത്ത സ്വർണം കാണിച്ചു തരാണ് അല്ലേ. അതായത് നിങ്ങളൊക്കെ ഇന്നലെ കണ്ടിട്ടുണ്ടാവും നമ്മളെടുത്തതും, അതായത് ഉമ്മ കെട്ടാൻ പോണതും അല്ലേ. ഉമ്മാന്റെ ബോക്സ് ചെറുതായി ആരും പറയണ്ട. ഉമ്മത്തിൽ ചെറിയ ബോക്സ് കൊടുക്കണം വിചാരിച്ചതാണ് ഉമ്മാക്ക് കുറച്ചും കൂടി വലിയ ബോക്സ് കിട്ടിയത് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും സ്വർണം കാണിക്ക്. ആദ്യം കാരണത്തിന്റെ കാണാൻ മിനിറ്റ്. ആദ്യം നമ്മൾക്ക് ഉമ്മ കെട്ടാൻ പോണത് കാണിച്ചുതരാം. ഇതിൽ സർപ്രൈസ് എന്താന്ന് പറയാ ചക്കരെ, കുട്ടിന്റെ പേരെന്തായാലും എന്റെ കുട്ടിന്റെ പേരിന്റെ സാമ്യങ്ങൾ എത്തും. അപ്പൊ ബാക്കിയുള്ളതും കൂടി എന്റെ കുട്ടിന്റെ സാമ്യത്തേക്ക് ആക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, അതായത് ഉമ്മ കെട്ടാൻ പോണത് ഗൈസ്. ഇതിന് ഈ സെലക്ഷൻ ആരാ അറിയോ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല കാലങ്ങൾ എടുക്കാന് എന്നാ പണിക്കൂലി നഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഉമ്മനോട് ഇപ്പൊ പറയണ്ട, സർപ്രൈസ് ആക്കിക്കോന്ന് പറഞ്ഞു. എടുക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാച്ചിട്ടായിരുന്നു. അപ്പൊ എന്തായാലും അനക്ക് ഇത് ഇങ്ങനത്തെ സാധനം ഇഷ്ടം? വള വെച്ച് നോക്കുമ്പോൾ ഇതാ നല്ലത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കരിവളയായി, സ്വർണത്തിന് സ്വർണ്ണയായി. പിന്നെ മറ്റേ വള പൊട്ടണ മാതിരി ഇത് പൊട്ടണില്ല. കാരണം അലേന്റെ കയ്യിൽ അന്ന് ഇട്ടത് ബാക്കിയുള്ളതൊക്കെ 3 മാറ്റിയെങ്കിൽ ഇതിന് മാത്രം ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ നല്ല കനം കൂടിയ വളയൊക്കെ ഇടണം. ഓക്കെ, അപ്പൊ എന്തായാലും ഉമ്മ കിട്ടുന്നത് നാളെ. ഓക്കെ, ഇടയിൽ ഓരോ ഗോൾഡിന്റെ മുത്തുണ്ട് അല്ലേ. ഏത് ഇതൊക്കെ ഗോൾഡ് അല്ല, വില ഉണ്ട് കേട്ടോ ഇതിന്. അപ്പൊ എന്തായാലും ഒന്ന് കണ്ടു. ഇനി നമ്മൾക്ക് അടുത്തത് കാണാം. ഇനി കുട്ടീന്റെ മാമൻ കെട്ടുന്നത്. ഓക്കെ, മാമനല്ല മാമിയാണ് കെട്ടണ്ട് കേട്ടോ. മാമൻ കെട്ടുമ്പോ കൈ വറക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇതും എന്തായി, അലേഹന്റെ അതേ മാലയാണ്, വലിയ മാറ്റല്ല. കുട്ടിക്ക് ഇതാണ് എടുക്കുക. പക്ഷെ ഇതില് ഒരുപാട് കമന്റ്സ് എല്ലാവരും ഇതിന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നു അവർക്ക്. അപ്പൊ എല്ലാവരും പറഞ്ഞ ഓപ്ഷൻ ഇതാണ്. പിന്നെ നമ്മളും അത് തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ടേസ്റ്റ് മനസ്സിലായിക്കണേ. അത് നോക്കണം. ഓക്കെ, രണ്ട് തുറക്കുമ്പോ ഓക്കെ, കണ്ടില്ലേ? ഞാനൊരു കാണാത്തില്ലല്ലോ. അല്ല, നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഇപ്പൊ എന്താല്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ, അങ്ങനല്ല എവിടെ എടുത്തത് ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് എന്തൊരു മല്ലിക്കെട്ടാണ് ഇത് ഇവിടെ പറഞ്ഞത്. രണ്ടൊന്നല്ല, 1.5 കൊണ്ടാക്കും ഞാൻ ചോദിക്കോ അല്ലേ. 1.5 വയസ്സാണ് കേട്ടോ അംഗനവാടി പ്രായം. അംഗനവാടിക്ക് 1.5 വയസ്സാണ്. അങ്ങനെ ഇപ്പൊ കുട്ടിക്ക് മൊത്തത്തിൽ എല്ലാതും ആയോ? അല്ലേ, കാതിലേക്ക് ആയിട്ടില്ലല്ലോ. എന്തിനാ കാത് കൊത്തുമ്പോ ഉമ്മാനോട് പറയണമെന്ന്.
ഓളെ താത്തി കെട്ടിയതൊന്നും പറയണ്ട. ഇന്നത്തെ കാലത്ത് കിട്ടൂ ഇന്നത്തെ കാലത്ത്. ഞാനതല്ല ഗൈസ്, ഈ പെരപ്പണി എടുക്കുന്നതിന് മുമ്പ് അല്ല, ഈ പെരപ്പണി എടുക്കുമ്പോഴാണ് ഞാൻ ഇവരൊക്കെ സ്വർണം വാങ്ങിയത്. അന്ന് 52 റുപ്യ വില കേട്ടോ. ഇന്ന് 75 റുപ്യയുടെ മുകളിലാണ് വില. അപ്പോ ഇവരേന്ന് എടുത്തതിന്റെ ഒരു 4-ൽ 3 ഭാഗം കൂടി. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ലാഭമാണ് വിചാരിക്കുന്നുണ്ടാവും. നിങ്ങൾ തോന്നല എനിക്ക് നിങ്ങളെ വള വിറ്റിട്ടും സ്വർണം വിറ്റിട്ട് എത്ര കിട്ടി ആ പൈസക്കുള്ള സ്വർണം കിട്ടാം. മൂല്യത്തിനില്ല പറയാ. മനസ്സിലായില്ലേ? നിങ്ങളപ്പോ 2 പവനാണ് ഞാൻ അന്ന് വിറ്റിട്ട് ആ 2 പവന്റെ പൈസക്കുള്ള സ്വർണം. അപ്പൊ 2 പവൻ കിട്ടില്ല, 3/4 പവൻ ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടും. മനസ്സിലായോ? അതായത് ഗൈസ്, ഞാൻ പറഞ്ഞ എങ്ങനെയാണെന്നറിയോ, അന്ന് പെരുന്ന് വാങ്ങുമ്പോ സ്വർണത്തിന് 52 റുപ്യ. അപ്പോ 2 പവൻ വിറ്റാല് കിട്ടുക 1 ലക്ഷം റുപ്യാണ്. ഇന്ന് 1 പവൻ വിറ്റാ കിട്ടാല് 1 ലക്ഷം റുപ്യ കിട്ടും. അപ്പൊ നിങ്ങക്ക് 2 പവൻ കിട്ടൂല നടത്തുമ്പോൾ 1 പവൻ പോയി. പക്ഷെ മൂല്യം നിങ്ങൾക്ക് ഉണ്ട്, പൈസ നിങ്ങൾക്ക് ഉണ്ട്. പക്ഷെ പവൻ കുറയും. അത് കുഴപ്പമില്ലല്ലോ. അപ്പൊ അന്റെ നേരെ പകുതി ആവൂലേ? അല്ല, അതൊക്കെ എങ്ങനെ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ വാടക വെക്കും ഞാനേ. എന്നാ ശൈവ്യത്തിൽ കൂടി ഇവിടെ ഊരിയൊക്കെ എല്ലാ സ്വർണ്ണം അങ്ങനെ പറഞ്ഞിട്ടാ വള പോയത്. അപ്പൊ മയ്യത്തിന് വളയിൽ അങ്ങനെ പോയി പറഞ്ഞ മാതിരി. ഓക്കെ, ആലോചിക്കണം. ഒരു ഉപകാരം ഉണ്ടാവില്ല അല്ലേ? അതൊക്കെ നിങ്ങളെ തോന്നല. ഈ കേരളത്തില് ജീവിക്കണമെങ്കിൽ കേരളത്തിൽ കൊണ്ടുപോവില്ലേ? അപ്പൊ ആരോടും ദേഷ്യവും വാശിയൊന്നും വെച്ചിട്ട് കാര്യമില്ല. ഒന്നും വെച്ചിട്ട് കാര്യമില്ല. ആരോടും ദേഷ്യവും വാശിയൊന്നും വെച്ചിട്ട് കാര്യമില്ല. എല്ലാവരും സന്തോഷത്തിലാണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ചക്കരയുടെ കഞ്ഞിക്കുട്ടിക്ക് മരിച്ചു കഴിഞ്ഞാല് സന്തോഷം ഉണ്ടാവും. നിങ്ങൾ മരിച്ചാലല്ല, ഒരു മനുഷ്യ ഈ തമിഴ്നാട്ടില് ഒരാള് മരിച്ചു കഴിഞ്ഞാല് സന്തോഷിക്കുക. മനസ്സിലായോ? ഓലൊക്കെ കണ്ണടയൊക്കെ ഇട്ടിട്ട് മൂക്കില് പഞ്ഞിയും വെച്ചിട്ട് അത് അങ്ങനെയാണ് ശരിക്കും. അപ്പൊ പിന്നെ ഓരോ നാട്ടിലും ഓരോ ഇതാണ്. പക്ഷെ ശരിക്കും അത് എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് അറിയില്ല. നിങ്ങൾ കണ്ണീരല്ല, ഇവിടെ ഓവർ ആക്ടിങ് ഉണ്ടാവുക. ഇവിടെ അല്ല, ഇവിടെ എന്താ വെച്ചാ കരഞ്ഞില്ലാന്നുണ്ടെങ്കി ഓൾക്കും ഒരു സങ്കടമില്ല, ഓള് കരഞ്ഞില്ല. ഓളത്തെ കണ്ണെന്ന് തുള്ളി കണ്ണീര് വന്നില്ല, പിടിച്ചു. അത് അതായത് മനസ്സിന് കട്ടിയുള്ളവര് കരയില്ല. മനസ്സിന് കട്ടിയുള്ളവരല്ല കരയത്ത്, വിവരമുള്ളവര് കരയാൻ പാടില്ലാതെ വിവരമുള്ളവര് കരയില്ല. എന്തായാലും കരയേണ്ടവരെന്തായാലും ഓക്കെ. എന്തായാലും കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും മരണം എന്നുള്ളത് സത്യമാണ്. അത് ഓർത്താൽ എല്ലാവർക്കും നന്ദി. അത് ആരും ഇത്ര കൊല്ലം ജീവിക്കുന്ന ഒരു എഗ്രിമെന്റ് ഇവിടെ ഇല്ല. ചിലപ്പോ ഇന്ന് ജീവനോടുണ്ടെങ്കിൽ നാളെ എന്താണ് നമ്മളെ സ്ഥിതി എന്നും പറയാൻ പറ്റൂല. അപ്പൊ പൈസ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ പദവി കൊണ്ടോ എന്നല്ല നമ്മള് ഒന്നും ജീവിതത്തിൽ നേടുന്നത്. മനസ്സിലായില്ലേ? അന്റെ മോള് കാര്യമുണ്ട് പോയിക്കോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. എല്ലാവരോടും എന്താണ് സ്നേഹം മാത്രല്ലേ. ഇഷ്ടായില്ലേ? സാധനം ഇഷ്ടായില്ലേ? അപ്പൊ ഗൈസ്, അഭിപ്രായങ്ങൾ നിങ്ങൾ പറയൂ. ഇഷ്ടായാലും സ്വർണ്ണല്ലേ? സ്വർണ്ണല്ലേ? സ്വർണ്ണാണ്. മാർക്കറ്റിൽ പോയാൽ ഇത് പറ്റില്ല, വേറെ കാട്ട് പറഞ്ഞ് പോകാൻ പറ്റില്ലല്ലോ. ആകെ പറ്റും, പണിക്കൂലി പറയുന്നുള്ളൂ.
ഓക്കെ, അപ്പൊ ഗൈസ് നെക്സ്റ്റ് വീഡിയോ എടുക്കാം.